കാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ, അനുഗ്രഹീതമായ സന്ധിക്കായിട്ട് അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് സ്തോത്രം. ഞങ്ങളെ വഴി നടത്തുന്ന വലിയ കരുണകളെ ഞങ്ങളോ ഈ സന്ധിയിലെ തിരുവചന കേൾവി ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെതാക്കി തീർക്കണമേ. വേദപുസ്തകം പഠിക്കുവാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ ഇത് ഓർമ്മയായി നിലനിർത്തണമേ. വചനം നിന്റെ ഹൃദയത്തിൽ നിലനിർത്തണമെന്ന് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരോട് തിരുവചനത്തിലൂടെ അരുളി ചെയ്ത് കൽപ്പിച്ചതുപോലെ കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ വേണ്ടുന്ന പരിശുദ്ധാത്മ നൽവരെ ഞങ്ങൾക്ക് അടിച്ചുരിഞ്ഞു നൽകണമേ. ഈ സന്ധ്യ അനുഗ്രഹത്തിൻ്റെതാക്കി തീർക്കണമേ. നാളത്തെ ആരാധനയിലേക്ക് ഒരുക്കണമേ. കുറവുകളും പാവങ്ങളും തെറ്റുകളും ലംഘനങ്ങളും എല്ലാം ക്ഷമിക്കണമേ. കർത്താവിന്റെ കരുണയുടെ ചിറകിന് കീഴിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. അതായത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ പുസ്തകം 2 ദിനവൃത്താന്തത്തിന്റെ പുസ്തകമാണല്ലോ. നമുക്ക് അറിവുള്ളതുപോലെ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച പഠിച്ചത്. 2 ദിനവൃത്താന്ത പുസ്തകം ആകെയുള്ളത് 36 അധ്യായങ്ങളാണ്. 36 അധ്യായങ്ങളിൽ 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ ശലോമോന്റെ ഭരണകാലവും ദേവാലയ പ്രതിഷ്ഠയും അതിനോടനുബന്ധിച്ചുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. 10ാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ എന്നുള്ളതായിരിക്കുന്ന രാജ്യം 2ആയി വിഭജിക്കപ്പെടുന്നു. ഇസ്രായേലും യഹൂദയുമായിട്ട് നമ്മളത് രാജാക്കന്മാരുടെ പുസ്തകത്തിലും പഠിച്ചതാണ്. 11ാമത്തെ അധ്യായം തുടങ്ങി 36ാം അധ്യായത്തിന്റെ പകുതി വരെ യഹൂദയിലെ രാജാക്കന്മാരെ കുറിച്ചുള്ള വിവരണമാണ്. 36ാം അധ്യായത്തിൽ യെരൂശലേമിന്റെ പതനം. ഇങ്ങനെ 4 ഭാഗങ്ങളായിട്ടാണ് ഈ പുസ്തകം ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ 1ാമത്തെ ഭാഗം ശലോമോന്റെ വാഴ്ചയുടെ കാലഘട്ടമാണല്ലോ. അതിനകത്ത് ആലയം നിർമ്മിക്കുന്നത്, ദേവാലയ നിർമ്മാണത്തോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതിലെ യാഗപീഠ നിർമ്മാണം, പെട്ടകം കൊണ്ടുവരുന്നത് മുതലായ കാര്യങ്ങളൊക്കെയാണ്. 2ാമത്തെ ഭാഗത്ത് രാജ്യം വിഭജിക്കപ്പെടുമ്പോൾ രഹബയാമിന്റെയും യെരബയാമിന്റെയും നേതൃത്വത്തിൽ ഇസ്രായേലും യഹൂദയുമായിട്ട് 2 രാജ്യങ്ങളായി വിഭജിക്കപ്പെടുന്നതാണ് 2ാമത്തെ ഭാഗം. 3ാമത്തെ ഭാഗത്തിൽ യഹൂദയിലെ രാജാക്കന്മാരാണ്. നമുക്ക് സുപരിചിതമാണ്. നല്ലതും മോശവുമായിരിക്കുന്ന രാജാക്കന്മാരുടെ ഒരു നീണ്ട നിരയെക്കുറിച്ച് അവിടെ പരാമർശിക്കുന്നുണ്ട്. 36ാം അധ്യായത്തിൽ യെരൂശലേമിന്റെ പതനത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ 30ാം അധ്യായം വരെയാണ് പരാമർശിച്ച് നിർത്തിയത്. അതായത് ഹിസ്കിയ രാജാവിന്റെ കാലം. ഹിസ്കിയ രാജാവിന്റെ കാലത്ത് അദ്ദേഹം പെസഹായ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം നടത്തുകയാണ്. പുരോഹിതന്മാരും ജനങ്ങളുമെല്ലാം ഒരുപോലെ ഒരുങ്ങി പെസഹ നടത്തി. എന്ത് സംഭവിച്ചെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അവരുടെ പ്രാർത്ഥന സ്വർഗത്തിൽ കേട്ടു. ഒരുങ്ങി നടത്തിയതായിരിക്കുന്ന ഒരു പെസഹായിൽ ജനങ്ങളെല്ലാം അവരുടെ കുറവുകൾ ഏറ്റു പറഞ്ഞതായിരിക്കുന്ന ഒരു പെസഹായിൽ അവരുടെ പെസഹ വിശുദ്ധി ഉണ്ടായിരുന്നത് കൊണ്ട് അവരുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ സ്വർഗത്തിൽ കേൾക്കുവാനായിട്ട് ഇടയായി. ആയതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു പാഠം നൽകുന്നുണ്ട്. ഈ നോമ്പിന്റെ നാളുകളിൽ വിശുദ്ധ കുമ്പസാരത്തോടുകൂടി ഒരുങ്ങണം എന്നുള്ളത്. 31ാമത്തെ അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പെസഹായ്ക്ക് ശേഷം നടന്നതായിരിക്കുന്ന സംഭവങ്ങളാണ് 31ാമത്തെ അധ്യായം. ജനങ്ങൾ വിശുദ്ധിയോടുകൂടി പെസഹ ആചരിച്ചതിന് ശേഷം എല്ലാവരും, രാജാവടക്കമുള്ളവർ, നേർച്ച കാഴ്ചകൾ, ദശാംശങ്ങൾ ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് ഇത് കൂമ്പാരമായി കൂട്ടിത്തുടങ്ങി. 31ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. 3ാം മാസത്തിൽ അവർ കൂമ്പാരം കൂട്ടിത്തുടങ്ങി. കാരണം പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ളതായിരിക്കുന്ന ഒന്നായി അവരുടെ ഈ പെസഹ ആചരണങ്ങൾ കൂമ്പാരമായിട്ട് വന്നു തുടങ്ങി. അപ്പൊ ഓർക്കണം, വിശുദ്ധിയോടുകൂടി ഒരു പെസഹ ആചരിച്ചു കഴിഞ്ഞതായിരിക്കുന്ന ജനം അവരൊരുമിച്ച് കൂടിയിരിക്കുന്ന ഇടങ്ങളിൽ അവരുടെ ദശാംശങ്ങൾ കൂമ്പാരമായിട്ട് കൂട്ടിത്തുടങ്ങി. ഹിസ്കിയ രാജാവ് പുരോഹിതന്മാരോടും ലേവ്യരോടുമൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ദേവാലയത്തിലും അവരുടെ നഗരത്തിലും യഹോവയുടെ ആലയത്തിലുമൊക്കെ ഇത് ശേഖരിക്കുവാൻ വേണ്ടി അറകൾ ഒരുക്കി തുടങ്ങി. അങ്ങനെ ദേവാലയ ശുശ്രൂഷ സംബന്ധിച്ച് വലിയ കൃപയുണ്ടായി. ഓർക്കണം, ഒരു പെസഹ കഴിഞ്ഞതോടുകൂടി അവരുടെ ഇടയിൽ ഉണ്ടായ കാര്യങ്ങൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അഭിവൃദ്ധി എന്നുള്ളതാണ്. ആയതുകൊണ്ട് ഈ പെസഹായിലേക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ ജീവിതത്തിനകത്ത് ഒരു അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കണം.
പെസഹ കഴിഞ്ഞതായിരിക്കുന്ന ഈ ജനത്തിന്റെ ഇടയിൽ വലിയൊരു അഭിവൃദ്ധി ഉണ്ടാവുകയാണ്. അവരുടെ മുട്ട് നീങ്ങുകയാണ്, അവരുടെ കുറവുകൾ നീങ്ങുകയാണ്, വലിയ അഭിവൃദ്ധിയുടേതായിരിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയാണ്. 32-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഈ പെസഹായ്ക്കും അവരുടെ ഒരുമിച്ചുള്ളതായിരിക്കുന്ന ദശാംശത്തിന്റെ കൂടിവരവിനും ശേഷം 32-ാം അധ്യായത്തിൽ അശൂർ രാജാവായിരിക്കുന്ന സൻഹരീബ് യുദ്ധത്തിനായിട്ട് വരികയാണ്. അശൂർ രാജാവായിരിക്കുന്ന സൻഹരീബ് ഹിസ്കിയ രാജാവിനോട് യുദ്ധത്തിനായിട്ട് വരുമ്പോൾ ഹിസ്കിയ രാജാവ് നഗര എല്ലായിടത്തും ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി. 32-ാം അധ്യായം 7-ാം വാക്യം. ഭയന്ന് നിൽക്കുന്ന ജനത്തോട് ഹിസ്കിയ രാജാവ് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് പറയുകയാണ്, ഹൃദ്യമായി അവരോട് സംസാരിച്ചു തുടങ്ങി. ഹൃദ്യമായിട്ട് അവരോട് സംസാരിച്ചിട്ട് അവരോട് പറയുന്ന വാക്ക് എന്താണെന്നറിയാമോ? നിങ്ങൾ ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കാം. നിങ്ങൾ ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കും. ഈ വചനം വേദപുസ്തകത്തിന്റെ താളിൽ പലയിടങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. എവിടെയാണെന്നറിയാമോ? യോശുവ യുദ്ധത്തിന് പോകുമ്പോൾ, മോശ യുദ്ധത്തിന് പോകുമ്പോൾ യഹോവയായ ദൈവം പറയാണ് ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കാം. ഇത് ഹിസ്കിയ രാജാവ് തന്റെ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കാം. അതിന്റെ അടുത്ത സെന്റൻസ് വലിയൊരു കൃപയുള്ള സെന്റൻസ് ആണ്. 7-ാം അധ്യായത്തിന്റെ 32-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിക്കരുത്, അവനോട് കൂടെയുള്ളതിലും വലിയൊരുവൻ നമ്മോട് കൂടെയുണ്ട്. അശൂർ രാജാവായിരിക്കുന്ന സൻഹരീബിനോട് കൂടെയുള്ളതിലും വലിയൊരാള് നമ്മുടെ കൂടെയുണ്ട്. അവനോട് കൂടെ മാംസഭുജമേ ഉള്ളു, നമ്മോട് കൂടെയോ നമ്മെ സഹായിപ്പാൻ നമ്മുടെ ദൈവമായ യഹോവയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആൾബലത്തിലല്ല കാര്യം, ദൈവം കൂടെയുണ്ട് ഇല്ലയോ എന്നുള്ളതിലാണ് കാര്യം. ആൾബലത്തിലല്ല കാര്യം കേട്ടോ. ഇനിയിപ്പോ എന്ത് കാര്യവും ആയിക്കൊള്ളട്ടെ, ആൾബലത്തിനപ്പുറത്ത് ദൈവം കൂടെയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അശൂർ രാജാവായിരിക്കുന്ന സൻഹരീബിന്റെ കൂടെ ഇഷ്ടംപോലെ ആളുണ്ട്. പക്ഷേ ഹിസ്കിയാവിന്റെ കൂടെ ആള് കുറവാണ്. ഹിസ്കിയാവ് പറയാണ് നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ സന്ധ്യയിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ? നമ്മുടെ എല്ലാ കാര്യങ്ങളിലും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിനകത്ത്, നമ്മുടെ ദേവാലയത്തിലെ കാര്യങ്ങളിനകത്ത് നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അശൂർ രാജാവായിരിക്കുന്ന സൻഹരീബിന് എതിരായിട്ട് ഹിസ്കിയാവ് പോരടിക്കുന്നു. ഒടുവിൽ ഹിസ്കിയാവ് അശൂർ രാജാവായിരിക്കുന്ന സൻഹരീബിനെ തോൽപ്പിക്കുന്നു. ഹിസ്കിയ രാജാവ് അശൂർ രാജാവിനെ തോൽപ്പിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. 32-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. 32-ന്റെ 20-ാം വാക്യം. ഹിസ്കിയ രാജാവും ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകനും പ്രാർത്ഥിച്ചു, സ്വർഗത്തിലേക്ക് നിലവിളിച്ചു. അപ്പോൾ യഹോവ ഒരു ദൂതനെ അയച്ചു. നോക്കി, അവർ സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിച്ചപ്പോൾ യഹോവ ഒരു ദൂതനെ അയച്ചു. ഒരു ക്ലേശത്തിൽ അകപ്പെട്ടിരിക്കുമ്പോൾ ഒരു മാലാഖ നമ്മുടെ അടുക്കൽ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാമോ? സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിക്കണം. ഇവിടെ ഇതാ യെശയ്യാ പ്രവാചകനും ഹിസ്കിയ രാജാവും ഒരുപോലെ പ്രാർത്ഥിച്ചു. രണ്ടുപേരും ഒരുപോലെ പ്രാർത്ഥിച്ചു. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെ അയച്ചു. പുതിയ നിയമത്തിന്റെ താളിൽ നമ്മുടെ കർത്താവ് ഗത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവനെ ശക്തിപ്പെടുത്തുവാനായിട്ട് ഇറങ്ങി വന്നു എന്നുള്ളതാണ് നാം കാണുന്നത്. അങ്ങനെയെങ്കിൽ എല്ലാ പ്രാർത്ഥനകൾക്കും സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വരുന്നുണ്ട്. ദാനിയേൽ പ്രവചന പുസ്തകം 10-ാം അധ്യായം. ദാനിയേൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്നു. കർത്താവ് പ്രാർത്ഥിച്ചു, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്നു. ഇവിടെ ഇത് അശൂർ രാജാവിനെതിരെ ഹിസ്കിയാവും യെശയ്യാ പ്രവാചകനും പ്രാർത്ഥിച്ചു, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്നു. യഥാർത്ഥത്തിൽ പടവെട്ടിയത് ഹിസ്കിയാവിന്റെ സൈന്യമല്ല, മറിച്ച് സ്വർഗത്തിലെ സൈന്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ചില വേളകളിൽ നമ്മൾ നന്നായി ആഗ്രഹിക്കണം, ദൈവമേ സ്വർഗത്തിന്റെ ഒരു ദൂതൻ ഇറങ്ങി വരണം, ഞാൻ ആയിരിക്കുന്നിടത്ത് സ്വർഗത്തിന്റെ ഒരു ദൂതൻ ഇറങ്ങി വന്ന് പടവെട്ടണം. നമ്മൾ എത്ര ശ്രമിച്ചാലും പറ്റാത്തത് ദൈവദൂതന്മാരെ ശ്രമിച്ചാൽ സാധ്യമായി തീരും. അങ്ങനെ അശൂർ രാജാവ് പിന്തിരിഞ്ഞോടുന്നു. യുദ്ധത്തിൽ ഹിസ്കിയ രാജാവ് ജയിക്കുന്നു. അതിനുശേഷമുള്ളതായിരിക്കുന്ന ഭാഗം നമുക്കറിവുള്ളതാണ്. ഹിസ്കിയാവിന് മരണകരമായ രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ വന്നതായിരിക്കുന്ന കാര്യമൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണല്ലോ. 25-ാം വാക്യം. 32-ന്റെ 25-ാം വാക്യം. ഹിസ്കിയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിനടുത്തവണ്ണം നടക്കാതെ പോയി.
ഹിസ്കിയാവിന് ഒരുപാട് ഉപകാരം ലഭിച്ചു, ഒരുപാട് കൃപ ലഭിച്ചു, ഒരുപാട് നൽവരം ലഭിച്ചു. പക്ഷെ ഹിസ്കിയാവ് എന്ത് ചെയ്തെന്നോ? ദൈവം കൊടുത്ത ഉപകാരങ്ങളെല്ലാം മറന്നുപോയി. ഹിസ്കിയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിന് അടുത്തവണ്ണം നടക്കാതെ നിഗളിച്ചു പോയി. ഇതുപോലെ ചില നേരങ്ങളിൽ നമ്മുടെ ജീവിതത്തിനകത്തും ഉണ്ടാകും. ദൈവം ഒരുപാട് ഉപകാരം ചെയ്തിട്ട് അതിനനുസരിച്ച് നടക്കാത്ത വണ്ണം നിഗളിച്ചു പോയി. എന്ത് പറ്റിയെന്നോ? ഹിസ്കിയാവിന് ഇത് പെട്ടെന്ന് മനസ്സിലായി. ഹിസ്കിയാവിന് പെട്ടെന്ന് മനസ്സിലായതുകൊണ്ട് ഹിസ്കിയാവ് അനുതപിച്ചു. ഹിസ്കിയാവ് അനുതപിച്ചത് കൊണ്ട് യഹോവയുടെ കോപം അവന്റെ മേലിൽ നിന്ന് നീങ്ങി. വീണ്ടും ഹിസ്കിയാവിനോട് ദൈവം കരുണ ചൊരിഞ്ഞു. അതുകൊണ്ട് തന്നെ ഹിസ്കിയാവിന്റെ മരണസമയത്ത് ആ പുസ്തകം അവസാനിക്കുന്നത് എങ്ങനെയാണ്? എല്ലാ യഹൂദായും യെരൂശലേം വാസികളും അവനെ ബഹുമാനിച്ചു. അവന്റെ മകനായിരിക്കുന്ന മനശ്ശെ അവന് പകരം രാജാവായി. ഹിസ്കിയാവ് എല്ലാ അർത്ഥത്തിലും നല്ല രാജാവായിരുന്നു. പക്ഷേ അവസാനം ഒന്ന് തെറ്റിപ്പോയി മനുഷ്യൻ പെട്ടെന്ന് അനുദപിച്ചു. ദൈവത്തിന്റെ കൃപ വീണ്ടും അവന്റെ മേലേക്ക് ചൊരിഞ്ഞു. 33-ാം അധ്യായത്തിൽ ഹിസ്കിയാവിന്റെ മകനായിരിക്കുന്ന മനശ്ശെ രാജാവായി. നല്ല രാജാവല്ല, കൊള്ളരുതാത്ത രാജാവാണ്. മനശ്ശെ രാജാവായത് നമുക്ക് സുപരിചിതമാണല്ലോ. 33-11 തൊട്ടുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. മനശ്ശയെ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. അശൂർ രാജാവിന്റെ സേനാധിപതിമാർ പിടിച്ചുകൊണ്ടുപോയപ്പം മനശ്ശെ പ്രാർത്ഥിച്ചു. മനശ്ശയെ കഷ്ടത്തിലേക്ക് ആക്കിയപ്പോൾ മനശ്ശെ പ്രാർത്ഥിച്ചു. എന്ത് പറ്റിയെന്നോ? ദൈവം അവനോട് കരുണ ചൊരിഞ്ഞു. നമ്മുടെ ജീവിതത്തിനകത്ത് ഇങ്ങനെയാ. നല്ല കാലങ്ങളിൽ നമ്മൾ ദൈവത്തെ ചിലപ്പോൾ ഓർക്കാറില്ല. ചില ദുരിതങ്ങളിൽ നമ്മൾ ദൈവത്തെ ഓർക്കും. ഇവിടെ മനശ്ശെ പിടിച്ചുകൊണ്ട് പോയപ്പെട്ടപ്പോൾ ദുരിതങ്ങൾ വന്നപ്പോൾ പ്രാർത്ഥിച്ചു. പക്ഷെ ആ ദുരിതത്തിലും യഹോവ കേട്ടോ. മനശ്ശെയോട് കരുണ ചൊരിഞ്ഞു. അതിനെ തുടർന്ന് മനശ്ശെയുടെ മകനായിരിക്കുന്ന ആമോൻ രാജാവായി. ആമോൻ ദൈവത്തിന് ഇഷ്ടമല്ലാത്തതായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്ത് ദൈവത്തെ കോപിപ്പിച്ചു. 34-ാം അധ്യായത്തിൽ യോശിയാവ് രാജാവായി. നല്ല രാജാവായിരുന്നു യോശിയാവ്. കഴിയുമെന്നുണ്ടെങ്കിൽ 34-35 അധ്യായങ്ങൾ വായിക്കണം. ഇസ്രായേലിൽ അനുഗ്രഹീതനായി പ്രവർത്തിച്ചൊരു രാജാവാണ് യോശിയാവ്. നല്ല രാജാവ്, അതായത് അവൻ ദൈവത്തെ അന്വേഷിച്ച രാജാവാണ്. 34-ാം അധ്യായത്തിന്റെ മുൻപോട്ടുള്ളതായിരിക്കുന്ന താളുകൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ദൈവത്തെ അന്വേഷിച്ച ഒരു രാജാവായിരുന്നു യോശിയ രാജാവ്. ദേവാലയത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിച്ചു. എന്ത് പറ്റിയെന്നോ? ദേവാലയത്തിൽ എല്ലാ കാര്യങ്ങളിലും ഒരു ക്രമീകരണം ഉണ്ടാകണമെന്ന് യോശിയ രാജാവ് ആഗ്രഹിച്ചു. ദേവാലയം വിശുദ്ധീകരിക്കാനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ 14-ാം വാക്യം, 34-14, ദേവാലയം വിശുദ്ധീകരിച്ചപ്പോൾ ഹിൽക്കിയ പുരോഹിതൻ യഹോവ മോശ മുഖാന്തരം കൊടുത്ത ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി. നഷ്ടപ്പെട്ടു പോയ പലതും, ദേവാലയത്തിൽ നിന്ന് നഷ്ടമായി പോയ ന്യായപ്രമാണ പുസ്തകം ആ നാളുകളിലാണ് കണ്ടെത്തിയത്. ആരുടെ നാളിൽ? യോശിയ രാജാവിന്റെ നാളിൽ ഹിൽക്കിയ പ്രവാചകൻ അത് കണ്ടെത്തി. അതെന്നിട്ട് ശാഫാൻ എന്ന് പറയുന്ന ഭൃത്യന്റെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് ഇത് ഉറക്കെ വായിച്ചു. ഇത് ഉറക്കെ വായിച്ചു കേട്ടപ്പോൾ 19-20 വാക്യം, 34-ന്റെ 19-20 വാക്യം, രാജാവ് ഈ വാക്യങ്ങളെ കേട്ടിട്ട് വസ്ത്രം കീറി. രാജാവ് ഈ വാക്യങ്ങളെ കേട്ടിട്ട് വസ്ത്രം കീറി. പ്രിയപ്പെട്ടവരെ, തിരുവചന വാക്യങ്ങൾ കേട്ടിട്ട് ഒരു രാജാവ് അനുദപിക്കുകയാണ്, വസ്ത്രം കീറുകയാണ്. ഓർക്കണം, പിന്നീട് മുൻപോട്ട് ഇങ്ങനെ വായിക്കുമ്പോൾ ഈ യോശിയ രാജാവിന്റെ നല്ല ക്വാളിറ്റീസ് അവിടെ എഴുതിയിരിക്കുകയാണ്. അനുദപിച്ചൊരു രാജാവ്, ദൈവത്തെ അന്വേഷിച്ചൊരു രാജാവ്, ഇസ്രയേൽ മക്കൾക്കുള്ള സകല ദേശങ്ങളിൽ നിന്നും മ്ലേച്ഛതയെ നീക്കിക്കളഞ്ഞ ഒരു രാജാവ്, എല്ലാ കാര്യങ്ങളിലും വളരെ പെർഫെക്റ്റ് ആയിട്ട് ജീവിതം നയിച്ചൊരു രാജാവ്. 35-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യോശിയ രാജാവ് പെസഹ നടത്തുകയാണ്. കാലങ്ങൾക്ക് ശേഷം അവിടെ ഒരു പെസഹ നടക്കുകയാണ്, അനുഗ്രഹീതമായിരിക്കുന്ന ഒരു പെസഹ. ആ പെസഹായെ കുറിച്ച് 35-18 ഇങ്ങനെയാണ് പറയുന്നത്. 35-18, ശമൂവേൽ പ്രവാചകന്റെ കാലം മുതൽ ഇസ്രയേലിൽ ഇതുപോലൊരു പെസഹ ആചരിച്ചിട്ടില്ല. ശമൂവേൽ പ്രവാചകന്റെ കാലം മുതൽ ഇസ്രയേലിൽ ഇതുപോലെ ഒരു പെസഹ ആചരിച്ചിട്ടില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് പെസഹ നടത്തിയതായിരിക്കുന്ന ഒരാളാണ് യോശിയാവ്. പിന്നീട് യോശിയാവ് ദേവാലയത്തെ യഥാസ്ഥാനത്താക്കി അനുഗ്രഹീതമായ കുറെ കാര്യങ്ങൾ നിർവഹിച്ചു, ദൈവത്തോട് ചേർന്ന് നടന്നു. ഒടുവിൽ യോശിയാവ് മരണപ്പെടുന്നു. യോശിയാവിന്റെ മരണത്തെക്കുറിച്ച് നല്ലൊരു വിവരണമുണ്ട് 35-ാം അധ്യായത്തിന്റെ അവസാന ഭാഗ്യങ്ങൾ. യോശിയാവ് മരണപ്പെട്ടു. യോശിയാവിനെ കുറിച്ച് ജനമെല്ലാം വിലപിച്ചു. യിരെമ്യാവും യോശിയാവിനെ കുറിച്ച് വിലപിച്ചു.
എല്ലാവരും യോശിയാവിനെ കുറിച്ച് വിലപിച്ചത് പുസ്തകങ്ങളിൽ എഴുതി ചേർത്തിരിക്കുന്നു. ഒരു നല്ല രാജാവ്, ദൈവത്തെ അന്വേഷിച്ച രാജാവ്, ദേശത്ത് നിന്ന് അശുദ്ധി നീക്കി കളഞ്ഞൊരു രാജാവ്, പെസഹ വിധി പോലെ ആചരിച്ചൊരു പിതാവ്, യഹോവയെ സ്നേഹിച്ചൊരു രാജാവ്, കാര്യങ്ങൾ യഥാസ്ഥാനത്തേക്ക് ആക്കിയ ഒരു രാജാവ്. എന്ത് പറ്റിയെന്നോ? അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹത്തിന് നല്ലൊരു മരണം ലഭിച്ചു. ആ മരണത്തിനെ കുറിച്ചുള്ള വിലാപം ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. 36-ാം അധ്യായം. യോശിയാവിന് ശേഷം യഹോവഹാസ് രാജാവായി, പിന്നെ അദ്ദേഹത്തിന്റെ സഹോദരനായിരിക്കുന്ന യാക്കീം രാജാവായി, പിന്നീട് അദ്ദേഹത്തിന്റെ മകനായിരിക്കുന്ന യാഖീൻ രാജാവായി, അതിനെ തുടർന്ന് സിദക്കിയാവ് രാജാവായി. അപ്പൊ ഈ 11-ാം വാക്യം വരെ എന്താണ് കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജാക്കന്മാരാണ്. സിദക്കിയാവ് രാജാവായി. ഇസ്രായേലിലെ യഹൂദയിലെ രാഷ്ട്ര രാജാവാണ് സിദക്കിയാവ്. സിദക്കിയ രാജാവിന്റെ കാലത്ത് നെബൂഖദ്നേസർ വന്നു. നെബൂഖദ്നേസർ രാജാവ് വന്ന് ദേശത്തെ ആക്രമിച്ചു. ശക്തമായിരിക്കുന്ന ആക്രമണങ്ങൾ സിദക്കിയാവിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചുകൊണ്ട് അദ്ദേഹത്തെ അടിമയാക്കി കൊണ്ടുപോയി. 21-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് ദേശം അതിന്റെ ശബ്ദങ്ങളെ അനുഭവിച്ച് കഴിയുമ്പോൾ തന്നെ 70 സംവത്സരം അടിമത്തത്തിന്റെ നാട്ടിലേക്ക് കൊണ്ടുപോയി. ഏത് രാജാവിന്റെ കാലത്ത്? സിദക്കിയ രാജാവിന്റെ കാലത്ത്. നെബൂഖദ്നേസർ വന്ന് ആക്രമിച്ച് ഇവരെ കൊണ്ടുപോവുകയാണ്. പല ആക്രമണങ്ങൾ നേരിടുകയാണ്. കൽദായരെ ആക്രമിക്കുന്നു, പാഴ്സി രാജ്യം ആക്രമിക്കുന്നു. അങ്ങനെ പലരാലും ആക്രമിക്കപ്പെട്ട് ഇവര് അടിമത്തത്തിന്റെ നാട്ടിലേക്ക് പോവുകയാണ്. 22 മുതലുള്ള ഭാഗം വേദപുസ്തകം കയ്യിലുള്ളവര് 22 മുതലുള്ള ഭാഗം എസ്രായുടെ പുസ്തകത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. എസ്രായുടെ പുസ്തകത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. 2 ദിനവൃത്താന്തം ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫ്, 36-ന്റെ ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫ് സെയിം സാധനമാണ്. എസ്രായിൽ 1 തൊട്ട് വായിച്ചു നോക്കി അറിയാം, സെയിം സാധനം. അത് ഇൻട്രൊഡക്ഷൻ. അതുകൊണ്ട് നമ്മളിപ്പോ പറയുന്നില്ല. എസ്രായുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പറയും. ഈ പുസ്തകം ഒന്നും കൂടി പറഞ്ഞ് നിർത്തുകയാണ്. 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേലിലെ 3-ാമത്തെ രാജാവായിരിക്കുന്ന ശലോമോനെ കുറിച്ചാണ്, ദേവാലയ നിർമ്മാണത്തെ കുറിച്ചാണ്, ദേവാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഒടുവിൽ ആ കാര്യങ്ങളെ കുറിച്ചുള്ള പരാമർശത്തിനൊടുവിൽ പെട്ടകം കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ്, അരമന നിർമ്മാണത്തെ കുറിച്ചാണ്. 10-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടിയത് രാജ്യം 2ആയി വിഭജിക്കപ്പെടുന്നു. രെഹബ്യാമിന്റെയും യെരബ്യാമിന്റെയും നേതൃത്വത്തിൽ രാജ്യം വിഭജിക്കപ്പെടുന്നു. ഇസ്രയേലും യഹൂദയുമായി മാറുന്നു. 11 മുതൽ 36-ാം അധ്യായത്തിന്റെ 12 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് യഹൂദയിലെ രാജാക്കന്മാരാണ്. അതിൽ നല്ലവരുണ്ട്, മോശപ്പെട്ടവരുണ്ട്. നമുക്ക് കുറെ രാജാക്കന്മാർ ഇപ്പൊ സുപരിചിതരായി കാണും. നല്ല 2 രാജാക്കന്മാരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കൂടുതലും പരാമർശിച്ചത്. 1 ഹിസ്കിയാവ്, 2 യോശിയാവ്. അതിൻ്റെ ഇടയ്ക്ക് മോശൻ രാജാവായിരിക്കുന്ന മനശ്ശെ വന്നു. പിന്നീട് നമ്മൾ യാക്കീമിനെ കുറിച്ചും യഹോവഹാസിനെ കുറിച്ചും ഒക്കെ കണ്ടു. ഏറ്റവും അവസാന ഭാഗത്തേക്ക് സിദക്കിയാവ് രാജാവായ സമയത്താണ്. സിദക്കിയാവ് രാജാവായപ്പോൾ നെബൂഖദ്നേസർ രാജാവിന്റെ നേതൃത്വത്തിൽ ആക്രമണങ്ങൾ നേരിടുന്നു. അങ്ങനെ സിദക്കിയാവിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചുകൊണ്ട് ബാബേലിലേക്ക് അടിമയാക്കി കൊണ്ടുപോകുന്നു. അവസാന സ്റ്റാൻസ എസ്രായുടെ പുസ്തകത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. 1-2 ദിനവൃത്താന്തങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. നമ്മുടെ മനസ്സിനകത്ത് ഓർമ്മയുണ്ടാകണം. ഇന്ന് പറഞ്ഞത് നമ്മുടെ തലയിൽ നിന്ന് ഓർമ്മയുണ്ടാവണം. അത് നമ്മുടെ കൂടുതൽ പഠിക്കാനുള്ളതായിരിക്കുന്ന ഉത്സാഹം നൽകും. അടുത്ത ആഴ്ച തൊട്ട് ബൈബിൾ പഠനം ഉണ്ടായിരിക്കുന്നതല്ല. ഓശാനയാണല്ലോ, പിന്നെ ഈസ്റ്റർ ആണല്ലോ. പിന്നീട് ഈസ്റ്ററിന് ശേഷമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. വിശുദ്ധമുള്ള ബാബാശുദ്ധമുള്ളതിന്റെ ഒരു നാമത്തെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രാജയ ഞങ്ങൾ സ്ത്രീവായ മറച്ചുകൊള്ളണമേ. വിശുദ്ധമുള്ള റൂഹാ കുടിയിരിപ്പിനവനങ്ങളായ ഞങ്ങളെ ക്ഷമിക്കണമേ. ദൈവമായ കർത്താവെ നേരമൊക്കെയും കാലമൊക്കെയും എന്നേക്കും ഞങ്ങൾ മറച്ചുകൊള്ളണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സാന്നിധ്യവും അനുഗ്രഹങ്ങളും ഞങ്ങൾ കേട്ടതായിരിക്കുന്ന തിരുവചനത്തിന്റെ മേലും കർത്താവെ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരുടെ മേലും എപ്പോഴും നയിക്കുന്നുണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും ശുഭരാത്രി. ദൈവം അനുഗ്രഹിക്കട്ടെ.